ഒരു മനുഷ്യന് 6 കഴിവുകളാണുള്ളത്. 6 എബിലിറ്റീസ്. 6 കഴിവുണ്ട് ഒരു മനുഷ്യന്. 6 കഴിവ്. വട്ടം വരച്ചോ. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. 6 എബിലിറ്റീസ്. ചില കാര്യങ്ങളിൽ ബിജോ നമ്മളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടെറിബിൾ. നമ്മളെ വെറും മണ്ടനായിരിക്കും ചില കാര്യങ്ങൾ. ടെറിബിൾ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുക്കിംഗ്. ഞാൻ ഒരു ചായ ഇട്ടാൽ തന്നെ അടിപൊളിയായിരിക്കും. എനിക്കറിയത്തില്ല ചായ ഇടാൻ. എനിക്ക് കുക്കിംഗ് അറിയത്തില്ല. എനിക്ക് വാഷിംഗ്, തുണി കഴുകാൻ എനിക്കറിയത്തില്ല. എനിക്ക് ക്ലീനിങ് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും എന്തുണ്ടാകും? ചില ടാസ്കുകൾ കാണും ടെറിബിളായിരിക്കും. നിങ്ങളിൽ ചിലർക്ക് അത് അക്കൗണ്ട്സ് ആയിരിക്കും ടെറിബിൾ, ചിലർക്ക് സെയിൽസ് ആയിരിക്കും ടെറിബിൾ. നമ്മൾ ചെയ്താൽ ഒട്ടും ശരിയാവത്തില്ല. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ ചെയ്യുന്നത്, ഇതൊന്നും ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് അത് ടെറിബിൾ എബിലിറ്റി ആയിരിക്കും നമ്മളെ സംബന്ധിച്ച്. രണ്ടാമത്തതാണ് ടെറിബിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് പുവർ. നമ്മൾ മോശമായിരിക്കും. ഇത് വെറും മോശം. ഇത് മോശം, ഒട്ടും ശരിയാവും. ചില ടാസ്കുകൾ കാണും ആവറേജ്. അതാണ് മൂന്നാമത്തെ. ചില എബിലിറ്റീസ്, കഴിവുണ്ടാകും, വി ആർ ആവറേജ് അറ്റ് ഇറ്റ്. അപ്പോൾ ഏതാണ്? ടെറിബിൾ, പുവർ, ആവറേജ്, ദെൻ ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും, ഗുഡാണ് നമ്മൾ. അഞ്ചാമത്തതാണ് ഗ്രേറ്റ്. വി ആർ ഗ്രേറ്റ് അറ്റ് ഇറ്റ്, സൂപ്പറാണ് നമ്മൾ. ആറാമത്തതാണ് വി ആർ ബ്രില്യൻറ്റ്, പൊളി. നമ്മളെപ്പോലെ ഇത് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. ഇന്നലത്തെ ദിവസം എടുത്തിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. ഇന്നലെ എത്ര ടെറിബിൾ ടാസ്ക് നിങ്ങൾ ചെയ്തു, പുവർ ടാസ്ക് ചെയ്തു, ആവറേജ് ചെയ്തു, ഗുഡ് ചെയ്തു, ഗ്രേറ്റ് ചെയ്തു, ബ്രില്യൻ്റ് ചെയ്തു. മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്തിനാണ് സ്റ്റാഫിനെ വെക്കുന്നത്? ടു ബൈ ബാക്ക് അവർ ടൈം. അപ്പോൾ എവിടെയാണ് സ്റ്റാഫിനെ വെക്കേണ്ടത്? ഏറ്റവും ആദ്യം സ്റ്റാഫിനെ വെക്കേണ്ടത് ഏത് കാര്യത്തിനാ? എന്തിനാണോ നമ്മൾ ടെറിബിൾ, ഇതാണ് ആദ്യം ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടത് ഏതാ? അതുകൊണ്ടാണ് ഷാജഹാൻ സാറേ ഇത് നമ്മൾ ഭാര്യയെ ഏൽപ്പിച്ചത്. കുക്കിംഗ്, വാഷിംഗ്, ക്ലീനിങ്, അവരതിൽ ബ്രില്യൻ്റാ. അത് കഴിയുമ്പോൾ നമ്മൾ പുവർ. എനിക്ക് വണ്ടി കഴുകുന്നത് ഇഷ്ടമല്ല, ക്യൂ നിൽക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പോകുന്നത് ഇഷ്ടമല്ല, വണ്ടി സർവീസിന് പോകുന്നത് ഇഷ്ടമല്ല. എന്നെക്കൊണ്ട് പറ്റും, പക്ഷേ ഐ എം പുവർ അറ്റ് ഇറ്റ്. എനിക്കതിന് പോയി നിൽക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്തു? ഡ്രൈവറെ വെച്ചു, ഈ പണിയെല്ലാം അവരെ ഏൽപ്പിച്ചു. ആവറേജ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് എൻ്റെ ബ്രില്യൻസ് അതല്ല. ഞാനതുകൊണ്ട് ഇവിടെ ഡ്രൈവറുണ്ട്, അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ വർഷങ്ങളായി ഞാൻ വണ്ടി ഓടിച്ചിട്ട്. ഒരു 10-15 വണ്ടിയുണ്ട്, പക്ഷേ ഞാൻ ഇതിലൊന്നും ആ വണ്ടി ഇറക്കുന്ന സമയത്തൊന്നും വണ്ടി ഓടിക്കുന്നതല്ലാതെ നമ്മൾ ഓടിക്കത്തില്ല. കാരണം അതെൻ്റെ ആവറേജ് ടാസ്ക്കാണ്. പിന്നെ എൻ്റെ ഏറ്റവും ബ്രില്യൻ ടാസ്ക്കാണ് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. രണ്ടാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ്, എന്നെ സംബന്ധിച്ച് സെയിൽസ് ഗുഡാണ്, ഞാൻ പൊളിയാണ്, എനിക്ക് ക്ലോസിങ് അടിപൊളിയായിട്ട് അറിയാം, എനിക്ക് മാർക്കറ്റിംഗ് അറിയാം, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, എനിക്ക് അക്കൗണ്ട്സ് നോക്കാൻ അറിയാം, ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. എന്നിട്ടും എന്തിന് ഞാൻ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് അഖിലിനെയും ചാന്ദിനിയും സുകന്യയും ഗ്രീഷ്മയും അരുണിനെയും വെച്ചിരിക്കുന്നു? ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പം എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? ഈ പണിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ ബ്രില്യൻ്റ് ആൻഡ് ഗ്രേറ്റ് ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ. കാരണം എനിക്കറിയാം എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ അസറ്റ് എൻ്റെ സമയമാണ്. നിങ്ങളെന്താ ഡ്രൈവറെ വെക്കാത്ത? വണ്ടി ഓടിക്കാൻ എനിക്ക് അറിയാമല്ലോ. എന്ത് കാര്യത്തിലാണോ നമ്മൾ മിടുക്കരായിരിക്കുന്നത് ആ കാര്യം നമ്മളെ നശിപ്പിക്കും. കാരണം ഇത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവത്തില്ല ബിസിനസ്സിൽ. യു വിൽ ബിക്കം ദാറ്റ് ബോട്ടിൽ നെക്ക് ഇൻ യുവർ കമ്പനി. നിങ്ങളാകും ആ ബോട്ടിൽ നെക്ക്. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ തടസ്സം നിങ്ങളായി മാറും. എന്തിനു വിട്ടുകൊടുക്കണം? ടു ഫോക്കസ് ഓൺ യുവർ ബ്രില്യൻറ്റ് ആൻഡ് ഗ്രേറ്റ് ആക്ടിവിറ്റീസ്. ടേബിളിൽ ഒരു മണി ഇരിപ്പുണ്ടേ, ഒന്നെടുത്തേ, ഒന്നടിച്ചേ. എന്തൊരു സംഗീതാത്മകം,
എന്തിനാ മണി വെച്ചിരിക്കുന്നതെന്നറിയോ? എപ്പോൾ ഇന്ന് തന്ന പൈസ മുതലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അപ്പോൾ എടുത്തൊരടി അടിച്ചേക്കുക. ഓക്കെ, മണി വർത്ത് മൊമെന്റ് ഓഫ് ദ ഡേ. എപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഐഡിയ തോന്നി, എപ്പോൾ നിങ്ങൾക്കൊരു സംഭവം തിരിച്ചറിവുണ്ടായി, വിസ്ഡം, ജ്ഞാനം കിട്ടുമ്പോൾ മാത്രം എടുത്തൊരടി അടിക്കുക, തിരിച്ചവിടെ വെച്ചേക്കുക. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മോശം കാര്യങ്ങൾ അതാണ്. ഏറ്റവും ആദ്യം ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. ഈ പണി ചെയ്യാനേ പോകരുത്. എന്ത് കാര്യമാണ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതെന്നറിയോ? ഈ സാധനം. ഈ 2 ടാസ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മടിയാണ് നമുക്ക് ചെയ്യാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യും. ബ്രില്യൻ്റ് ആൻഡ് ഗ്രേറ്റ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ട് ചെയ്യും. ഈ ടാസ്കുകൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യും. ഇത് ഇഷ്ടപ്പെട്ട്, ഇത് കഷ്ടപ്പെട്ട്. കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും ഞാൻ മാറ്റിവെക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. മാറ്റിവെക്കാത്തതല്ല, അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തും. മറ്റൊരുത്തൻ അത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തും. അതാണ് എൻ്റെ വിജയം. ചെയ്യാതിരിക്കുകയല്ല, മറ്റൊരാളത് ചെയ്യുന്നു. ഇത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടൂ. ഏൺ ദ റൈറ്റ്. എന്താ എൻ്റെ പേര്? ഇതൊരാളെ ഏൽപ്പിച്ച് അവൻ കൃത്യമായി അത് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ വി ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് പുവർ ടാസ്ക്. അപ്പം എന്ത് ചെയ്യും? ഇതും നമ്മൾ അവനെ അടുത്ത ആളിനെ ഏൽപ്പിക്കും, അല്ലെ അടുത്ത കമ്പനിയെ ഏൽപ്പിക്കും, അല്ലെ ടെക്നോളജിയെ ഏൽപ്പിക്കും, അല്ലെ സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കും. അതും ഗ്രേറ്റായി നടന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ എന്തിലേക്ക് പോവും? വി ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ആവറേജ് ടാസ്ക്. അതും നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു കറക്റ്റ് ആളിനെയോ കമ്പനിയെയോ സിസ്റ്റത്തിനെയോ ഏൽപ്പിച്ച് കഴിയുമ്പോൾ വി ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ഗുഡ് ടാസ്ക്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു മാനേജറെ കൊണ്ടുവന്നിട്ട് സെയിൽസ് ഏൽപ്പിക്കാൻ നോക്കുക. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ആ സെയിൽസുകാരനെ നമുക്ക് നിലനിർത്താൻ പറ്റാതെ? വി ഡോണ്ട് ഏൺ ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ദിസ് ടാസ്ക്. നമുക്കിത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഇതുവരെ നേടിയിട്ടില്ല. കാരണം സ്റ്റിൽ വി ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആ പണ്ട് നമ്മളെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ്. വീട് നമ്മൾ തന്നെ വൃത്തിയാക്കണം. ആര് പറഞ്ഞു? അവനവൻ തിന്ന പ്ലേറ്റ്, പാത്രം അവനവൻ കൊണ്ടുപോയി കഴുകി വെക്കണം. ആര് പറഞ്ഞു? നമ്മൾ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രില്യൻറ്റ് ആൻഡ് ഗ്രേറ്റ് തിങ്സ്. ഇതെന്താണെന്ന് കണ്ടെത്തുക, അത് മാത്രം ജീവിതത്തിൽ ചെയ്താൽ മതി. അറ്റ് ദ സെയിം ടൈം ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചോണം. ഈ ബൈബാക്ക് ചെയ്യുന്ന ടൈം ബ്രില്യൻ ടാസ്ക് ചെയ്യാനാ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്തുകൊണ്ടിരിക്കാനല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ ഈ ടെറിബിൾ ടാസ്ക് ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും ആദ്യം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഇത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളിനെ കിട്ടും, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇത് ചെയ്യാൻ. ശരിയാണോ? അകത്തോട്ട് കയറും തോറും ആളിനെ കിട്ടാൻ പാടാ. ഇത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട്, വണ്ടി ഓടിക്കാൻ ഇഷ്ടം പോലെ ഡ്രൈവറെ കിട്ടും, പക്ഷെ ഒരു അക്കൗണ്ടന്റിനെ കിട്ടാൻ പാടാ. പക്ഷെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുന്നവനെ, ഹൈ ടിക്കറ്റ് ക്ലോസിങ് ചെയ്യുന്നവനെ കിട്ടാൻ അതിനേക്കാൾ പാടാ. നല്ലൊരു ലീഡറിനെ, ഒരു ഇൻ്റഗ്രേറ്ററെ, നമ്മൾ കണ്ട വിഷൻ നടപ്പാക്കുന്ന ഇൻ്റഗ്രേറ്ററെ കിട്ടാൻ അതിനേക്കാൾ പാടാ. നമുക്ക് പകരം ഒരുത്തനെ കയറ്റി അതിലിരുത്താൻ അതിനേക്കാൾ പാടാ. സോ ഓരോ ലെവൽ അകത്തേക്ക് കയറും തോറും എന്ത് സംഭവിക്കും? ആളിനെ കിട്ടാൻ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ബിക്കംസ് ഹാർഡർ ആൻഡ് ഹാർഡർ ടു ഫൈൻഡ് പീപ്പിൾ ടു ഡു യുവർ ഇന്നർ ടാസ്ക്. എന്തുകൊണ്ടാണ് മറ്റേ കമ്പനിയിലെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ സെയിൽസ് ഹെഡിനെ നമ്മൾ കൊണ്ടുവന്നു, പക്ഷെ നമ്മുടെ ടീമിനൊപ്പം സെറ്റായില്ല. 3 മാസത്തിനുള്ളിൽ ഇവനെ പറഞ്ഞു വിടേണ്ടി വന്നു. വലിയ പ്രതീക്ഷയോടുകൂടി വന്നതാ. എന്താ പറ്റാഞ്ഞേ? അവിടുത്തെ മുതലാളി ഇതൊന്നും ചെയ്യുന്നില്ല, ഇവനെ കൊണ്ട് ഇത് മാത്രമേ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇവിടുത്തെ മുതലാളി അവൻ വന്ന് നോക്കിയപ്പോൾ അവിയൽ വരുക. അധികാരം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പേ ദം ഓൺ ടൈം. എഴുതിക്കോ, കറക്റ്റ് സമയത്ത് കാശ് കൊടുക്കണം, പറഞ്ഞ വാക്ക് പാലിക്കണം. കീപ് യുവർ വേർഡ്. ഷോ ദം സക്സസ്. നമ്മൾ വിജയിച്ച് കാണിക്കണം. പ്രൂവ് യുവർ ഐഡിയാസ് ആൻഡ് സ്ട്രാറ്റജീസ്.
നമ്മൾ കൊണ്ടുവന്ന ആശയങ്ങൾ നടപ്പാക്കി കാണിക്കണം, വിജയിപ്പിച്ച് കാണിക്കണം. എങ്കിലേ ഇവൻ നമ്മുടെ കൂടെ നിൽക്കൂ. ഇത് ഏൽപ്പിച്ചു, പക്ഷെ കറക്റ്റ് സമയത്ത് കാശ് കൊടുക്കുന്നില്ല, അവൻ നിൽക്കുവോ? നമുക്കെന്തില്ല? വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡെലിഗേറ്റ് ഇന്നർ ടാസ്ക്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബ്രില്യൻ്റ് ആൻഡ് ഗ്രേറ്റ് ടാസ്കുകൾ ചെയ്യേണ്ട സമയം ഈ ടെറിബിൾ ആൻഡ് പുവർ കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ സത്യത്തിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് മതി. പക്ഷേ ഈ 5 മിനിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇപ്പോൾ ഒരു 5 ദിവസം വേണം. കാരണം ഈ പണി ഇത്രയും തീർത്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ. സത്യം ഇതല്ലേ? ആ 5 മിനിറ്റ് ബ്രില്യൻ്റ് ടാസ്കിലേക്ക് എത്താൻ 5 ദിവസം എടുത്താലും നമുക്കിപ്പം പറ്റുന്നില്ല. സോ ഈ മിഡിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വി ജസ്റ്റ് നീഡ് 5 മിനിറ്റ്സ്. ബട്ട് അതിലേക്ക് എത്താൻ വി നീഡ് 5 ഡേയ്സ്, ചിലപ്പോൾ 5 മന്ത്സ്, ചിലപ്പോൾ 5 ഇയേഴ്സ്, ചിലർക്ക് വർഷങ്ങളെടുക്കും. ഈ ബ്രില്യൻ്റ് ആൻഡ് ഗ്രേറ്റ് തിങ്സിൽ ആ ബിസിനസ്സിൻ്റെ ഫൗണ്ടർ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ആ ബിസിനസ്സിനെ തകർക്കാൻ ഒരുത്തനും പറ്റില്ല, തോപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫൗണ്ടർ അയാളുടെ ബ്രില്യൻസ് ആൻഡ് ഗ്രേറ്റ് തിങ്സിൽ ഫോക്കസ് ചെയ്താൽ ആ ബിസിനസ്സിനെ തകർക്കാൻ പറ്റില്ലെന്നേ. ഹിയർ ഈസ് ദ പ്രൂഫ്.